അത് ഇന്നലെ വൈകുന്നേരം കുഞ്ഞികൃഷ്ണേട്ടന് അനുകൂലമായിട്ടുള്ളൊരു പ്രകടനം ഉണ്ടായിരുന്നു. അതിൽ മുൻപന്തിയിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരിൻ്റെ പക്ഷത്തു നിന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനത് അതിൽ പങ്കെടുത്തത്. ഈ കുഞ്ഞികൃഷ്ണേട്ടന് പ്രതികൂലമായിട്ട് ചില ആൾക്കാർ, പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് പിന്നെ അവിടെ പ്രകോപനം സൃഷ്ടിക്കുകയും അവിടെ വെടി പൊട്ടിക്കുകയും ഈ കുഞ്ഞികൃഷ്ണേട്ടനും കുടുംബം ഇല്ലാത്ത സമയത്ത് അവിടെ വെറും 3 കുട്ടികൾ, ചെറിയ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് പ്രകടനം വിളിച്ച് പ്രകോപനപരമായിട്ട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രകടനം നടത്തി, വെടി പൊട്ടിച്ചു. അപ്പോൾ വീട്ടുകാരാകെ കുഞ്ഞുങ്ങളാകെ ഭീതിപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനൊരു ശരിയുള്ള പക്ഷത്ത് എന്നുള്ള രീതിയിൽ ഞാൻ കുഞ്ഞികൃഷ്ണേട്ടന് അനുകൂലമായിട്ട് നമ്മുടെ നാട്ടിൽ പിന്നെ കുഞ്ഞികൃഷ്ണേട്ടൻ്റെ അയൽവാസികളും സുഹൃത്തുക്കളും അല്ലെങ്കിൽ അഭ്യുദയകാംക്ഷികളുമായ ആൾക്കാർ കുറച്ച് ആൾക്കാർ വൈകുന്നേരം പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് മുൻപന്തിയിൽ ഞാനുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെയാണ് അറിയുന്നത്. അതിൻ്റെ ഇത് തന്നെ ആയിരിക്കണം എൻ്റെ വണ്ടി കത്തിച്ചിട്ടായത് കാണുന്നത്. ഇന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എന്താണെന്നത് ആരാണെന്നൊന്നും ഒന്നും അറിയില്ല. പക്ഷെ ഇന്നലെ ഞാനൊരു നേരിൻ്റെ പക്ഷത്ത് നിന്നു എന്നുള്ളൊരു കാര്യം സത്യമാണ്.